ഈ ലോകത്തൊരു യെല്ലോ കളർ ഫ്രോക്ക് കിട്ടാൻ ഇത്ര പ്രയാസമാണോ? ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. മോളുടെ ഗ്രാജുവേഷൻ ഡേയുടെ നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു യെല്ലോ ഫ്രോക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഡാൻസിന് വേണ്ടി. അത് വാങ്ങാൻ വേണ്ടി ഞാനും എൻ്റെ ഭർത്താവും കൂടെ രാത്രി ഒരു 8 മണിയായി ഇറങ്ങിയപ്പോൾ, കാരണം സമയം കിട്ടുമ്പോഴേ ഇറങ്ങാൻ പറ്റും. പുള്ളി ഒന്ന് ഫ്രീ ആവണമെങ്കിൽ രാത്രിയാവും. അപ്പോൾ രാത്രി ഒരു യെല്ലോ ഫ്രോക്ക് തപ്പി ഇറങ്ങിയ പെടാപ്പാടാണ് ഈ കാണുന്നത്. അതോ പ്രോഗ്രാമിൻ്റെ തലേന്നാണ്. മാക്സി ട്രെൻഡ് സ്റ്റുഡിയോ എല്ലാ കടയും കയറി ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഓഫർ ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒന്നും നോക്കത്തില്ല. കാരണം ഓഫറല്ലോ, ഓഫർ ഉണ്ടെങ്കിലുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓർണൊക്കെ എടുക്കാം. യെല്ലോ ഫ്രോക്കിൻ്റെ പേരിൽ നമുക്കൊരു യെല്ലോ ചുരിദാർ എടുക്കാം അല്ലേ? അപ്പോൾ എൻ്റെ മോളേതാ ഇങ്ങനെ അഴിച്ചു വിട്ടാൽ മതി. ഒരു കടയിൽ ചെന്നാൽ അവൾക്ക് ഇഷ്ടമുള്ളത് സൈസൊന്നും അവൾ നോക്കാറില്ല, എടുത്ത് സെലക്ട് ചെയ്തിടും. ഞാൻ എന്തോ ചെയ്യും, നൈസിനെ അതിന് മാറ്റി വെക്കും. അതാണ് പരിപാടി. അതുകൊണ്ട് അവളിപ്പോൾ ഒരു സാധനം എടുത്തിട്ട് നോക്കും, അവൾക്ക് കാര്യം മനസ്സിലായി അങ്ങനെയാണ് സംഭവം. അവൾ കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ അവൾക്കൂടെ സാധനം കാണില്ല, എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയും. അതുകൊണ്ട് അവൾക്ക് എൻ്റെ നമ്പർ മനസ്സിലായി. അതുകൊണ്ട് അവൾ എടുത്ത സാധനം ഉണ്ടോ എന്ന് ഇപ്പോൾ നോക്കാറുണ്ട്. പിന്നെ സ്റ്റുഡിയോയിൽ ചെന്നാൽ ആദ്യം ലിപ്സ്റ്റിക്കിൻ്റെ സെഷനിലോട്ട് കയറും. പിന്നെ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നതുകൊണ്ട് പേടിച്ചാളും മേളോട്ട് അങ്ങ് പോയി അവിടെ സെഷനിലോട്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ട്രെൻഡിൽ കയറുകയാണ്. ഇവിടെയും കിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു യെല്ലോ കളർ കിട്ടിയെങ്കിലും ഭയങ്കര റേറ്റ് ആയിരുന്നു. അത് വേണ്ടെന്ന് വിചാരിച്ചു. എൻ്റെ മോളുടെ വീഡിയോ കണ്ടാറേ ഞാൻ അവളെ പുറകെ നടക്കും. അവളിതാകണം ആ കട മൊത്തം വരും. പക്ഷേ എനിക്ക് പേടിയാണ്, ഒരു നിമിഷം കാണാതായ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയെന്നുള്ള ഭയം എൻ്റെ മനസ്സിലിങ്ങനെ ഓടി വരും. പിന്നെ നമ്മൾ നോക്കണം കേട്ടോ, പിള്ളേരെ ഇങ്ങനെ അഴിച്ചു വിട്ടാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഏത് കടയിൽ ചെന്നാലും ഏത് ഡ്രസ്സ് എടുത്താലും ഒരു സൈസ് കൂടുതൽ എടുക്കും. കാരണം 26 ആണെങ്കിൽ 28 എടുക്കും. പക്ഷേ ഈ സംഭവത്തിൽ എനിക്ക് പറ്റിയില്ല. ഞാൻ കടകൾ കയറി ഇറങ്ങി മടുത്തുകൊണ്ട് അവിടെ കറക്റ്റ് സൈസിലുള്ള ഡ്രസ്സാണ് കിട്ടിയത്. ഇനി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയുന്നില്ല. 700 രൂപയും വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.